ഇന്നൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആയാലോ? ഗെസ് ഹൂസ് our travel partner? A journey of approximately 25,400 nautical miles over 8 months, covering 4 continents, 3 oceans and 3 great capes, by Lieutenant Commander Dilna K and Dhruba A of Indian Navy. അതിഗംഭീരമായിട്ടുള്ള സാഗർ പരിക്രമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ള ഈ ആളുടെ കൂടെയാണ് ഇന്ന് കോഴിക്കോട് സിറ്റി നമ്മൾ കറങ്ങാൻ പോകുന്നത്. റെഡി ദിൽന? റെഡി. ഇവിടെയാണോ ദില്ല പഠിക്കുകയൊക്കെ ചെയ്തത്? ഞാൻ പഠിച്ചത് ഇവിടെയല്ല, ഞാൻ പഠിച്ചത് പ്രൊവിഡൻസ് വുമൻസ് കോളേജിലാണ് എന്റെ കോളേജ് ഞാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഞാൻ കുട്ടിക്കാലം മുതലേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ്, ഇവിടുത്തെ ക്രിക്കറ്റ് പിച്ചിലാണ്. അപ്പൊ ലൈഫിൽ ആദ്യത്തെ അഡ്വഞ്ചർ തുടങ്ങിയിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മുടെ യാത്രയൊക്കെ തുടങ്ങി കളയാം അല്ലേ? തീർച്ചയായും. Come on. Are you coming back after a long time? യെസ്, ഞാൻ നേവിയിൽ ജോയിൻ ചെയ്തിപ്പം 11 വർഷമായി. അതിന്റെ മുമ്പാണ് ഞാൻ വന്നത് ഇവിടെ. പണ്ട് ദില്ലിന് വരുന്ന സമയത്ത് ഇതുപോലെ ആയിരുന്നു ഇവിടെ? ഇല്ല, ഒരുപാട് മാറ്റമുണ്ട്. അതെ അല്ലേ? ഇവിടെ ഈ നെറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ പിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Tell me 5 things that you missed ആ സെയിൽ ചെയ്യുന്ന സമയത്ത്. ഹോംലി ഫുഡ്, ഹോംലി ഫുഡ്, കംഫർട്ടബിൾ ബെഡ്. ഓക്കെ. ഇടയ്ക്ക് കുളിക്കണം തോന്നാറുണ്ട് ചൂടുവെള്ളത്തില്, അത് മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ്. ഇങ്ങനെ സെയിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ശരിക്കും കിടന്നുറങ്ങുന്നത്? ഹൗ ഡു യു ലിറ്ററലി സ്ലീപ്? ഉറക്കം ഒരു പ്രശ്നമായിരുന്നു. നമ്മൾ രണ്ടുപേരുണ്ടെങ്കിലും നമ്മൾ ഷോർട്ട് നാപ്സാണ് എടുക്കാറ്. സോ ഒരു 30-40 മിനിറ്റ്സ് ഉറങ്ങും, പിന്നെ ജസ്റ്റ് നോക്കും എല്ലാം ഓക്കെ അല്ലേ, ബോട്ട് കറക്റ്റ് ഡയറക്ഷനോട്ടാണോ പോകുന്നത്, വേറെ എന്തെങ്കിലും ഷിപ്പ് വരുന്നുണ്ടോ, വെതർ ഓക്കെ അല്ലേ, ക്ലൗഡ്സ് ഫോം ചെയ്യുന്നുണ്ടോ, സെയിലിംഗ് ബോട്ടെല്ലാം ഓക്കെ അല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. സോ റിപ്പീറ്റ് ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു 6-7 hours സ്ലീപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഷോർട്ട് നാപ്സ് എടുക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ഫുഡ് ഹോംലി ഫുഡ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്? വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് മസാലാസ് ആയിരുന്നു. ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് മസാല വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി ഓഫ് ഇന്ത്യ നമുക്ക് കുറച്ച് ഇന്ത്യൻ ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. അത് റെഡി ടു ഈറ്റ് മീൽസ്. അപ്പോൾ നമ്മൾ വെതറെല്ലാം മോശമാകുന്ന സമയത്ത് അത് നമ്മൾ യൂസ് ചെയ്യും. അതല്ലാതെ നമ്മൾ ഫ്രഷ് ഫുഡ്സും വെജിറ്റബിൾസ് എല്ലാം ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് അധികകാലം നിൽക്കില്ല. പക്ഷെ നമ്മൾ അത് ആദ്യം തന്നെ കൺസ്യൂം ചെയ്യും. പിന്നെ നമ്മൾ ടിൻഡ് ഫുഡ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ 2 നേരം മാത്രമേ കഴിക്കുള്ളൂ, രാവിലെയും വൈകുന്നേരം ഒരു മേജർ മീൽ. സെയിൽ ചെയ്യുന്ന സമയത്ത് ചുറ്റും നോക്കുമ്പോൾ ഇറ്റ്സ് ഓൺലി ദ സീ അല്ലെ, ഓഷ്യൻ, യുനോ, ഒന്നും കാണാനില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില കാഴ്ചകൾ ഉണ്ടാവും. ചിലപ്പോൾ കരയിൽ നിന്നിട്ടുണ്ടെങ്കിൽ വി കൻ നോട്ട് സീ ഇറ്റ് എന്നുള്ളത്. അതുപോലെ ഒരു വിഷ്വൽ എന്താ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്? ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ സൺസെറ്റ്, സൺറൈസ്, പിന്നെ റെയിൻബോസ്. അത് അടിപൊളിയാണ് കാണാൻ. സ്കൈന്റെ കളർ എല്ലാ ദിവസവും ഡിഫറെന്റ് കളറാണ് ആകാശത്തിന്. പിന്നെ സീയുടെ കളർ, വെള്ളത്തിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഡോൾഫിൻസ് എല്ലാം വരും നമ്മളെ കൂടെ. സെയിൽ ബോട്ടിന് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ കൂടെ സ്വിം ചെയ്ത് വരും ഈ ഡോൾഫിൻസ് എല്ലാം. സോ നമ്മൾ മുമ്പിൽ ബോട്ടിന്റെ ഫ്രണ്ട് സൈഡിൽ പോയിട്ട് അതിനെ നോക്കും, അതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നോക്കും. പിന്നെ വെയിൽസ് എല്ലാം നമ്മൾ കുറച്ച് സൗണ്ട് ഉണ്ടാക്കുമ്പോഴേക്ക് നമ്മൾ അത് എടുക്കാൻ വേണ്ടി ആദ്യമൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. പക്ഷെ അത് ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യലൊക്കെ നിർത്തി നമ്മൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ടെൽ മീ ദാറ്റ് വൗ മൊമെന്റ്. ശരിക്കും യു തോട്ട് ഓക്കേ ഐ ആം ലിവിങ് മൈ ഹിസ്റ്ററി. ഫിനിഷിംഗ് ലൈൻ എന്നുള്ളൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അവിടെ എത്തിയ സമയത്ത് നമുക്ക് മനസ്സിലായി നമ്മൾ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത്. സോ ആ ഒരു പോയിന്റ് ക്രോസ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ ഒരു വാവ് മൊമെന്റ്. ഇനി വാവ് എന്നല്ലാതെ അതിനെക്കാട്ടൊപ്പം എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം. അതിനിടയിൽ നമ്മളൊക്കെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം അധികം ആർക്കും പറ്റാത്തൊരു കാര്യമാണ് ആ ഒരു ഡ്രേക്ക് പാസേജ് അല്ലേ? സോ ടെൽ മീ അബൌട്ട് ദാറ്റ് മൊമെന്റ്. ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡ്രേക്ക് പാസേജ്, കേപ്പ് ഹോൺ, ഇതിനെപ്പറ്റി ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്യായിരുന്നു, വായിക്കായിരുന്നു, നെറ്റിൽ നോക്കിയിട്ടൊക്കെ അറിയായിരുന്നു. സോ പേടിപ്പെടുത്തുന്ന ഒരുപാട് വീഡിയോസും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് ക്രോസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെഗായിരുന്നു. പസഫിക് ഓഷ്യൻ ക്രോസ് ചെയ്ത് ഡ്രേക്ക് പാസേജ് ക്രോസ് ചെയ്ത് കേപ്പ് ഹോൺ റൗണ്ട് ചെയ്യാന്നുള്ളത്. സോ ഭയങ്കര ടഫായിരുന്നു, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമുക്ക് അതിജീവിച്ച് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ആ ഒരു പ്രൗഡ് ഫീലിംഗും അവിടെ നമ്മളെ നാഷണൽ ഫ്ലാഗും ഇന്ത്യൻ നേവി ഫ്ലാഗും നമുക്ക് ഹോയിസ്റ്റ് ചെയ്യാൻ കിട്ടിയ സമയം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ്
നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. And you created history. Yes. കോഴിക്കോട് ബീച്ച് എന്നുള്ളത് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഒരുപാട് തവണ അവിടെ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ കരയിൽ നിന്ന് കടലിൽ നോക്കുന്ന പോലെ തന്നെ എനിക്ക് കടലിൽ നിന്ന് കരയിലേക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം ഉണ്ടാവും എന്നുള്ളത്. കോഴിക്കോടേക്ക് തിരിച്ച് ഹോം ടൗണിലേക്ക് എത്തുന്ന സമയത്ത് ആ ജേർണി എങ്ങനെയാണ് യു ഡിഫൈൻ? ചെറിയ പ്രായത്തിൽ എനിക്ക് വെള്ളത്തിനൊക്കെ കുറച്ച് പേടിയായിരുന്നു. പക്ഷേ നേവിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം അതൊക്കെ കുറെ മാറി. പിന്നെ നേവിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം കടലിലോട്ട് പോകണം എന്നുള്ള ആഗ്രഹം, ഷിപ്പിൽ പോസ്റ്റിംഗ് വരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നേവി ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്, ലോകം മൊത്തം ഒരു ചെറിയ ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ളത്. സോ അത് ഞാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയപോലെ തന്നെ ഗ്രാബ് ചെയ്തു. കടലിലേക്ക് കംപ്ലീറ്റ്ലി എല്ലാം മറന്നുകൊണ്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ഡിസിഷൻ. അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത റഫ് സീസ് അല്ലെ? റൈറ്റ്. ആ റഫ് സീസിനൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്തത്? നമ്മൾ ഈ കാണുന്ന കടലാണോ ശരിക്കുള്ള കടൽ? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, കടലിൽ പുറത്ത് കാണുന്ന ബീച്ചിലുള്ള കടൽ തന്നെയാണോ? ഇത്ര തിരമാലകളോളം അവിടെ ഇല്ല എന്നുള്ളതാണ് ആൾക്കാരുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല. കടല് ഭയങ്കര റഫാവുന്ന സമയത്ത് തിരമാലകളൊക്കെ വലിയ തിരമാലകളാണ് നമ്മൾ കാണാറ്. ഒരു 20-25 അടിയോളം നീളമുള്ള തിരമാലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കാറ്റടിക്കുന്ന സമയത്ത് അത് ഭയങ്കര ഫോഴ്സിലാണ് വരുന്നത്. കാറ്റില്ലാതെ എത്ര നേരമൊക്കെ ഉണ്ടാവും? നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഒരു 4-5 ഡേയ്സ് കാറ്റില്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കാറ്റില്ലെങ്കിൽ മൂവ് ചെയ്യോ? ഇല്ല, നമ്മൾ ഈ സെയിലെല്ലാം അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാറ്റില്ലെങ്കിൽ നമുക്ക് സെയിൽ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് കളിക്കും. സോ നമുക്കത് താഴ്ത്തണം. അത് ലോവർ ചെയ്തില്ലെങ്കിൽ സെയിൽ കീറി പോവാൻ ചാൻസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിക്കും. സോ നമുക്ക് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ മൂവ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചിലപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യും. സോ ആ ഒരു ടൈമാണ് നമ്മള് സെയിലെല്ലാം താഴ്ത്തി നമുക്ക് കുറച്ച് റെസ്റ്റ്. എങ്ങനെയുണ്ട് കോഴിക്കോടൻ ചായ? അടിപൊളി. നമ്മള് ഈ ലോകം ചുറ്റുന്ന സമയത്ത് ഇതുപോലെ ചായയൊക്കെ മിസ് ചെയ്തിട്ടുണ്ടോ? ചായ ആണ് നമ്മുടെ രാവിലെ തന്നെ നമ്മള് മിസ് ചെയ്യാണ്ട്. ഇനിയിപ്പം സൈക്ലോൺ ആണെങ്കിലും ശരി, എന്തായാലും ശരി, നമ്മളൊരു ചായ വിട്ടൊരു കളി ചായ നമ്മൾ കുടിക്കും. പക്ഷെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുൾ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടണമെന്നില്ല, പകുതിയെല്ലാം നിലത്തെല്ലാം വീഴും. ശരിയല്ലേ? ഇത് എങ്ങനെയാ കുടിക്കുന്നതല്ലേ? മറയും. മെല്ലെ സ്പൂൺ കൊണ്ട് കോരി നമ്മൾ ഒഴിക്കണം. എന്നിട്ടാണ് നമ്മള് അത് ആറ്റി കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നത്. കടൽ തീരത്തിരുന്ന് ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് നല്ല ജോറാണ്. പക്ഷെ അങ്ങനെയല്ല കടലിൽ നിന്ന് കുടിക്കുന്ന സമയത്ത് അല്ലേ? അല്ല. അപ്പൊ ചായ കുടിച്ചിരുന്നാ മതിയോ? നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകണ്ടേ? പോവാം. എവിടേക്കാ നമ്മൾ പോകുന്നത് ഇനി അടുത്ത്? എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് നടന്ന ഒരു സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അച്ഛൻ എനിക്കൊരു പേപ്പർ കട്ടിങ്ങിൽ കാണിച്ചു തന്നതാണ്. ഇവിടെ ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡൽ കിട്ടുവാണെങ്കിൽ ഇവിടെ മെമ്പർഷിപ്പ് കിട്ടുന്നു, ഫ്രീ മെമ്പർഷിപ്പ് കിട്ടുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ആ കോമ്പറ്റീഷനിൽ എനിക്ക് പ്രൈസ് കിട്ടി. അങ്ങനെ എനിക്കിവിടെ മെമ്പർഷിപ്പ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഷൂട്ടിംഗ് NCC അല്ലാതെ റൈഫിൾ ക്ലബ്ബിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്നാണ് ഞാനൊരു ഷൂട്ടറായി വളർന്നത്. അതെ, ഇവിടെ നിന്നാണ് ഞാനൊരു നാഷണൽ ലെവൽ ഷൂട്ടർ ആയത്. ഒരുപാട് നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സ്പോർട്ടാണ്. പക്ഷെ അധികം നമുക്കങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളൊന്നും ഉണ്ടാവാത്തത് കാരണം എന്നെ ഈ റൈഫിൾ ക്ലബ്ബിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, ഇവിടെ റൈഫിൾ പ്രാക്ടീസ് തുടങ്ങി. NCCയിൽ ഒരുപാട് ഓൾ ഇന്ത്യ ക്യാമ്പ്സിലെല്ലാം പോയി. അങ്ങനെ റൈഫിൾ ഷൂട്ടിങ്ങിൽ ഒരുപാട് NCC ത്രൂ ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെയാണ് റൈഫിൾ ക്ലബ്ബിലൂടെ കേരള ടീമിന് കളിക്കാൻ തുടങ്ങിയത്. കൂടെ ഇടുക്കി റൈഫിൾ ക്ലബ്ബിലും മെമ്പറായിരുന്നു ഇടയിൽ. സോ അതായിരുന്നു എൻ്റെ ജേർണി. ശരിക്കും ലിഷ്ണ, ഈ ഒരു ഷൂട്ടിംഗ് റേഞ്ചിൽ ഈ 50 മീറ്റർ റേഞ്ചാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ സ്റ്റേറ്റ് റെക്കോർഡ് അടിച്ചത്. അത് ഇന്ന് രാവിലെ പോലും ഞാൻ ആ ഒരു മൊമെന്റോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇവിടേക്ക് വരാൻ പോവാന്ന് പറഞ്ഞിട്ടപ്പം ഞാൻ ആദ്യം നോക്കിയത് അതായിരുന്നു. സോ സ്റ്റേറ്റ് റെക്കോർഡ് അടിക്കാൻ പറ്റിയ സഹായിച്ച ഒരു റേഞ്ചാണിത്. ശരിക്കും ബാക്ക് ടു റൂട്ട്സ് എന്ന് പറയാം അല്ലെ? ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആ ഒരു ട്രെയിനിങ് ഒക്കെ ഏതെങ്കിലും രീതിയിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഫോക്കസ് അതാണല്ലോ സെയിലിംഗിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അതെനിക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നേടിയെടുത്തിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
കേരളത്തിലെ യങ് ഗേൾസിനോട് സംതിങ് ഡിഫറെന്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഗേൾസിനോട് എന്താണ് ഇതിലേക്ക് പറയാനുള്ളത്? മേ ബി ഗേൾസ് മാത്രമല്ല, എല്ലാവരും, ഗേൾസ്, ബോയ്സ്, പിന്നെ മുതിർന്നവർ, ഏതൊരു ഏജിലാവട്ടെ, ഏജ് ജെൻഡർ ഒന്നും മാറ്റർ ചെയ്യില്ല. ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും പാഷൻ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് പാഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അൺസ്റ്റോപ്പബിൾ ആയിരിക്കണം. ആരെന്ത് പറഞ്ഞാലും ശരി, നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് അവരെ ചേർത്ത് പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം. ഒരിക്കലും നമ്മൾ പിറകോട്ട് വലിയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മനസ്സിലൊരു പാഷൻ ഉണ്ടെങ്കിൽ അത് അമ്മയാണെ പോലും കൺവിൻസ് ചെയ്തു കൺവിൻസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യണം. സോ കൺവിൻസിങ് പവറാണ് നമുക്ക് വേണ്ടത്, അതിനെ ബാക്ക് ഔട്ട് ചെയ്യാതെ. സോ കോഴിക്കോടിലെ അല്ലേ കടലിന്റെ ഇരുമ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്, ബേപ്പൂർ. അതെ അല്ലെ? സി കടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് സോൾ ഫോർ യു. അത് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു മ്യൂസിക്, യുവർ ഫേവറേറ്റ് മ്യൂസിക് കടൽ എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദാറ്റ്, അല്ലെങ്കിൽ വിച്ച് ഇസ് ദാറ്റ്? ഞാൻ 90s കിഡ് ആയതുകൊണ്ട് എനിക്ക് AR റഹ്മാന്റെ പാട്ട്, മെലഡി എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരുപാട് കേൾക്കുന്ന പാട്ട് വെണ്ണിലവേ വെണ്ണിലവേ എന്നുള്ള പാട്ടാണ്. വെണ്ണിലവേ വെണ്ണിലവേ വെണ്ണി താണ്ടി വരുവായ. കടലില് ചില ഫുൾ മൂൺ നൈറ്റ് എല്ലാം ഭയങ്കര രസമാണ് കാണാൻ. ആ മൂണിന്റെ റിഫ്ലക്ഷൻ നമ്മള് കടലിൽ വരുന്ന സമയത്ത്, പിന്നെ സ്റ്റാർസിന്റെ റിഫ്ലക്ഷൻ കടലിൽ വരുന്ന സമയത്ത് ഭയങ്കര രസമാണ്. കടല് ഇങ്ങനെ തിളങ്ങും. സോ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സ്കൈ നമ്മൾ നോക്കി കിടക്കുന്ന സമയത്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ട്, ഇല്ലെങ്കിൽ അത്രയും ക്ലിയർ സ്കൈ നമുക്ക് കടലിലല്ലാതെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. കാരണം പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല, പ്യൂർ സ്കൈ ആണ്. നമുക്ക് ഗാലക്സി, മിൽക്കി വേ വരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അത്രയും ക്ലിയർ ആണ് കടലിൽ നിന്ന് നമ്മൾ ആകാശത്തോട്ട് നോക്കിയാൽ. How was this drive? ഇത് അടിപൊളിയായിരുന്നു, ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ മൊത്തം കാലിക്കറ്റ് ചുറ്റിക്കണ്ട് ഇന്ന് കുറെ കാലത്തിന് ശേഷം. ലോകം ചുറ്റി കണ്ടിട്ടുള്ള ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന ഇന്ന് റേഡിയോ മാംഗോക്കൊപ്പം കോഴിക്കോട് ചുറ്റിക്കറങ്ങി ആഫ്റ്റർ മെനി ഇയേഴ്സ്. സോ ദാറ്റ് വാസ് സംതിങ് വെരി അമേസിംഗ്. വി ടു ഹാഡ് എ ഗ്രേറ്റ് ടൈം. സോ വൺസ് അഗെയിൻ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്കും പാട്ടായി. ഏയ്